പറഞ്ഞത് വേറെ അങ്ങോട്ട് പറയാം. അമ്മയും പറഞ്ഞു എല്ലാ പണിയും കഴിച്ചു പുറത്തിറങ്ങിയാൽ ആ തള്ള വിളിയും തെളിയും കിട്ടും. എന്താ വല്യമ്മയ്ക്ക് വേണ്ടത്? എനിക്ക് നിൽക്കില്ല. ജാനുവില്ല അവിടെ. മേലെ നീ ഇത്തിരി പണിയെടുത്താലേ സൗന്ദര്യം കുറഞ്ഞു പോകുന്നില്ല. ജാനുവർക്ക് കുളിക്കാൻ പോയി. വല്യമ്മ ഇനി എന്നെ ചീത്താറി. കുട്ടികൾക്ക് കൈകളിൽ വേണ്ട. ഞാൻ പോന്നു. അപ്പൊ നാട്ടിന് മാങ്ങാറുണ്ടല്ലേ? പെണ്ണു മറിഞ്ഞേറി, പെണ്ണു മറിഞ്ഞേറി. മരം കേറും അല്ലേ? ഒന്നും കൂടി കൂടി വിളിക്കടാ. എന്താ നിന്റെ വായിൽ കൊഴിയാണോ? അമ്പലത്തിലെ വെട്ടുവഴിയിലെ ചെന്നിരുന്നേ പെണ്ണുങ്ങൾ ചെറിയ നോക്കിയിട്ട് ചിരിക്കടാ. ഞാന് നീ തന്നെ പോരാറുന്നു. തല്ലു റെഡിയാണ്. എടാ കൊറേ തല്ലു കണ്ടാലേ പിന്നെ വേദന ഉണ്ടാവില്ല. എന്തിനാ കുട്ടിയാർക്കിനെ വല്യമ്മ എപ്പോഴും തല്ലുന്നേ? വേഗം കൊണ്ട് എന്റെ അമ്മ എന്നെ തല്ലുന്നില്ലല്ലോ. കുട്ടിയാർക്ക് കരിമ്പൂരാടെ നാണിക്ക് എന്താണ്? എന്നെ പെട്ടതേ കരിമ്പൂരാടെ നാളിലാണത്ര. പറയണത് കേട്ടാ തോന്നും എന്റെ കുറ്റാണ്. ചന്തവും സൗന്ദര്യം ഇല്ലാത്തവർക്കും വേണ്ടേ കഴിയാൻ. തെറിച്ച മഴ കണ്ണ് തെറ്റിയാ മതി വളത്തിനകത്ത് കയറി നശൂലങ്ങള്. വേണം നടന്നു. നന്ദിഷിപ്പോ വേടിച്ചു വരും. നല്ല രസമുണ്ട്. മണലിൽ മുക്കിട്ടുന്നാലും നല്ല രസാ. മൂപ്പഴാ അമ്മ പഠിപ്പിച്ചു തന്നോ? വലിയ വലിയതൊക്കെ അങ്ങോട്ട് നീക്കിയിട്, ചെറിയതൊക്കെ തിരിഞ്ഞ് ഇങ്ങോട്ട് വിട്. തമ്പുരാട്ടിയുടെ മടിയിലേ തന്നെ തമ്പുരാട്ടി കണ്ടില്ലെങ്കിൽ അരിയനത് കിട്ടി. ഞാൻ എടുത്തല്ല, എന്റെ അടുത്തേക്ക് ഓടി വന്നതാണ്. വീട് കിട്ടിയത് കൂടെ തിരിച്ചു വാങ്ങണം തമ്പുരാട്ടി. കൊതി പറ്റുന്നേ തമ്പുരാട്ടി.
നടക്കണ്ട. ആളുട്ടിയെ ഒരു കുട്ടിയോട് നിന്നെയാ വിളിച്ചത്. ആരെ പിന്നെ വെക്കാനായിട്ട് നീ പോയിരുന്നത്? എത്ര നേരമായി ഞാൻ തന്നെ വിളിയും തെളിയും തുടങ്ങിയിട്ട്? അമ്മയ്ക്ക് എന്താ വേണ്ടത്? നിന്റെ ചോരോ അത് ഈ ഭൂമിയിൽ തൊട്ടൊക്കെ തുടങ്ങിയാണ് ഈ തറവാടിന്റെ അധോഗതി. ഒന്ന് പതുക്കെ പറയൂ. അവര് വരുന്ന നേരത്താണ് തല്ലും വക്കാനും. നീ അത് അവളോട് പറയും. അവൾക്ക് ആ വിചാരം ഉണ്ടെങ്കിൽ ഇന്ന് അവളിങ്ങനെ നടക്കുവോ? നീയാവും കാലം നക്കുപ്പം നാരായക്കാലം ഉണ്ടാവില്ലടി ഇവിടെ. വെറുതെ അല്ലെ ശീലം പോലെ കോലം നിനക്ക് ദൈവം തന്നത്. ചേർത്തി പണി എന്താ പോയി നോക്കൂ. മാറുകുട്ടിയെ ഉമ്മക്ക് 4 ആള് കാണാൻ വരണല്ലേ? ഇന്നെങ്കിലും ഒന്ന് വൃത്തിയായി കുളിച്ച് നടന്നോടെ നിനക്ക്. ചെറിയ മിന്നലും എന്നോട് എന്തോ പറഞ്ഞത്. എന്താണ് നിനക്കിവിടെ? ഉമ്മക്ക് പോയി ഇരുന്നാട്ടെ. മുഴുവൻ പിന്നെ മുഖം വെളുപ്പിക്കാതെ നിൽക്ക. മോളെ കയ്യും കാലും കഴുകി തല വേറെ എടുത്ത് വൃത്തിയുള്ളൊരു മുണ്ടല്ല എടുത്ത് വിട്ടാട്ടെ. എനിക്ക് വയ്യ ചെറിയമ്മേ. പോയിപ്പണിയല്ല മുണ്ടിയത്. നിന്നെ കാണുന്ന പേര് വെള്ളം വരച്ചെടുക്കുന്നത്. കുട്ടിയെടുത്തേക്ക് സമയണ്ടേ? കല്യാണക്കാർ വരെയല്ലേ? സമയമില്ലാത്ത നേട്ടല്ലേ? അത് മതി. ആ എന്നെ കാണാനല്ലല്ലോ വരുന്നത്. തലയിൽ എന്തെങ്കിലും പുരട്ടിക്കോളൂ. കുട്ടിയെടുത്ത് അടുത്ത് വരുമ്പോ ചൂടടിക്കുന്നു. അമ്മേ ഈ കുട്ടിയെടുത്ത് ഉപദ്രവിക്കുന്നു. ഇത് ജാനും ഒച്ചുണ്ടാകില്ലേ? വലിയ മാമയുണ്ടോ മോർത്ത്? മോള് പോയി കുളിക്കും. നാരായണി നാരായണി ആ പഠിച്ചു നിൽക്കുന്ന വാഴയുടെ എല്ലാം നാക്കടച്ചു. സാമ്പലും ഞാനും ഒക്കെ ഉണ്ടാ പറയൂ. പറയാ അല്ല കഴുക്കോലെല്ലാം ചെവലായി. അല്ല കർപ്പന ആ പാക്ക് വയ്ക്കാറായില്ലേ? കർക്കടം കഴിയേണ്ടി ഒരു കുറി മട്ട് കണ്ടിട്ട് കൊഴിയണുണ്ട്. ആ നനവിടെ കുറവാ. മുമ്പുള്ള കാലങ്ങളാണെങ്കില് ഞാൻ തന്നെ ഇതെല്ലാം നോക്കുമായിരുന്നു. ഇപ്പൊ അത് മതിയോ? 7 സ്ഥലത്തൊക്കെ ഒന്ന് പോകണ്ടേ? അതൊന്നും കൂടാതെ കഴിയില്ലല്ലോ. എല്ലാവർക്കും കൂടി ഒരു കാരണവരല്ലേ ഉള്ളൂ. ആ നീ ഒരു വില മുഴുത്ത അടയ്ക്കാ പറിച്ച് അവിടെ വെച്ചേക്കും. നരണി കാശുള്ള ഏർപ്പാടൊക്കെ ചെയ്തില്ലേ? അവരിപ്പൊ ഈ എത്തും. ഒക്കെ ശരിയായിരിക്കണം. 1000 പേർക്ക് സത്യ വെച്ച് ഇവിടെ അയ്യപ്പന്മാർക്ക് നടത്തിയതിന് ഓർമ്മയില്ലേ? മുറ്റം നിറച്ച് പന്തലായിരുന്നില്ലേ? അടിയൻ അത് ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയുണ്ട്. ആ അങ്ങനെ കുറച്ചു പേർക്കെങ്കിലും ഓർമ്മയുണ്ടല്ലോ. കൃഷ്ണൻകുട്ടി നായര് വാരിശ്ശേരിയിലേക്ക് ആലോചിച്ച് പുറപ്പെട്ടതാ. ഞാൻ ഒരു വിധത്തിൽ തടുത്ത് പിടിച്ചിങ്ങനെ കൊണ്ടുവന്നിരിക്കുക. കാരണവരായിട്ട് അമ്മാവനല്ലേ ഉള്ളൂ ഞങ്ങൾക്ക്. ആ വിചാരം നിങ്ങൾക്കുണ്ടായിരുന്നാൽ മതി. ഭാവം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി താമസിച്ചു എന്ന് വിചാരിച്ച് എനിക്ക് മരുമക്കളെന്ന് വെച്ചാൽ വലിയ സ്നേഹവും വാത്സല്യവും ഒക്കെയാ. പോരെങ്കിലോ ഇന്നും ഞാൻ ഈ തറവാട്ടിലെ കാരണവരല്ലേ. പെണ്ണിന് എത്ര വയസ്സായി? അവൾക്ക് മേടത്തിൽ 23 ജാനൂര് കഞ്ഞിക്ക് 17 കഴിയും. അമ്മാവരെ ഉത്സാഹിച്ചാൽ ഈ കാര്യം നടക്കുള്ളൂ. മഹാദേവ എടാ കറപ്പാ, എടാ മതിലിന്റെ അരി കിടക്കുന്ന ചപ്പും ചവറും ഒക്കെ ഒന്ന് മാറ്റി കളയടാ. ഒന്ന് വൃത്തിയാക്കണം. അതൊക്കെ ഇന്ന് വരുപടാ. മാതിരി ആകെ കേട്ടാ കുത്തിരിക്കുകയാണ്. മാതിരിയുണ്ട് അടക്കും കൊടുക്കും വേണം. അമ്മത്തേക്ക് ചെയ്യുമ്പോൾ നിന്റെ തീർച്ചയായിട്ടും അവരെ കാണട്ടെ. വാസു വാസു ജനങ്ങളോട് ഭക്ഷണത്തിൽ വന്ന് ഇങ്ങോട്ട് വായിക്കും. ഒന്ന് നേരിട്ടില്ലേ? വിട്ടുവെന്ന് വർത്താനം പറഞ്ഞാൽ മതി. ഈ തൊട്ടെടുത്ത് ശരിയാണ്. ഈ കുട്ടിയെടുത്ത് കിടന്നുള്ള കൊണ്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. കുട്ടിയാട്ടിയെ കാണാനാണല്ലോ ആൾക്കാർ വരുന്നത്. അപ്പോഴോ ഇതിനു മുമ്പ് കുറേ വന്നതാണല്ലോ. എവിടെ മറ്റെടുത്ത് ദേഹത്തൊക്കെ എഴുതാൻ തന്നെ നല്ല കറക്കുണ്ടല്ലോ കുട്ടിയെടുത്തേക്ക്. ദേഹം ചുറ്റുമായി കുട്ടിയെ.
ഇന്ന് രാവിലെ താലപ്പൊലിക്ക് വിളക്ക് കത്തിച്ചോണ്ട് പോകുന്ന ഇവിടുത്തെ മച്ചിന്ന കബഡി വാരി വയ്ക്കുന്ന പണിക്കരന്മാരൊക്കെ പറയും പഴോന്ന് ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ തറവാട്ടിന് യാതൊരു ഐശ്വര്യക്കുറവെന്നാ പറയുന്നത്. കേട്ടിട്ടുണ്ടാ? ഞങ്ങൾ 7 ശാഖകളായിട്ടാണ് പിരിഞ്ഞ് താമസിക്കുന്നത്. എന്നാൽ ഈ വസ്തുതകളെല്ലാം അവരവര് തന്നെ നോക്കിയെടുത്തോട്ടെന്ന് വിചാരിച്ചാണ് ഈ ഭാഗം വെച്ചത്. എന്നാൽ ഈ ജോലി തിരക്കിന്റെ ഇടയിലാണെങ്കിൽ തന്നെയും ഞാൻ ചെല്ലേണ്ടതൊക്കെ ചെല്ലും. മനക്കിലെ കാര്യം, വീട്ടുകാര്യം, നാട്ടുകാര്യം, മരുമക്കളുടെ കാര്യം എന്ന് വേണ്ട ഭാര്യ വീട്ടുകാരുടെ കാര്യം വരെ തന്നെ എന്റെ കിട്ടുന്ന കാര്യം എനിക്ക് ഒരു സമയവും ഇല്ലെന്ന് കേട്ടോ. കുട്ടികൾക്ക് വലിയ പവറ്. ആ ചുവന്ന കാര്യമുള്ള മുണ്ട് കെട്ടിയ ആളല്ലേ? എനിക്ക് അറിഞ്ഞൂടാ വാസു. എനിക്കറിയാം. അയാള് കീശയിലെ ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് ഉണ്ട്. വാസു, നീ ചെല്ലത്തിന് അടയ്ക്കണ്ടോ നോക്കിയോ? ഒന്ന് ചെന്ന് നോക്കുമോനെ. ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. അവരൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാ വിവരം അറിഞ്ഞുകൊണ്ട് ഉടനെ തന്നെ വരാം. നടന്നോളൂ, ഞാൻ പുറകെ ഉണ്ട്. മീനാക്ഷി എവിടെ? ചില്ലാനം വല്ലതും ഉണ്ടെങ്കിൽ അമ്മക്ക് എന്താ വേണ്ടേ? 100 റുപ്യ കിട്ടിയാൽ കൊള്ളായിരുന്നു. എന്റെ ഇല്ല വല്ലായി ഞാൻ ഇതുവരെ ആരെയും അറിയിക്കാതെ നടന്നവനാണ്. അന്നു കഴിഞ്ഞു കൂടുന്ന കാര്യം ദൈവത്തിന് മാത്രമേ അറിയാനൂ. ഇത് കഴിയില്ല. ഉള്ളത് മതി. തന്തയ്ക്ക് ഏതായാലും കുടുംബജ്ഞാനുണ്ട്. എന്താ കാര്യം? ഒന്നിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. പാവം. കൈ വേദനിക്കുന്നു. പണിയെടുക്കണ്ട, വെണ്ണയല്ലേ ഉരുകും. കുട്ടിയെടുത്തേക്ക് വേദനിക്കില്ല. കൈ മുഴുവൻ നല്ല തഴമ്പുണ്ട്. കഴിഞ്ഞില്ലേ? എവിടെ ജാനു? മീനാക്ഷി, നീ വരയ്ക്ക് വലിക്കുന്നത് അവള് കുത്തിക്കോളും. ഇത് കുറച്ചല്ല എടുത്തി. നീ ഞാൻ പറയുന്നത് കേൾക്കും. നീ പോയിട്ട് പണി എന്താ നോക്ക്. അവർക്കും കുട്ടിക്ക് എങ്ങനെ വേണമെങ്കിലും കഴിയാം. അതിനുള്ള പണം അയാൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ നരകത്തിൽ പെട്ടോണ്ട് അവളും കൂടി അനുഭവിക്കണം. അവളെ നല്ല കുട്ടികൊണ്ട് പശി അടക്കാണ്ട് 3 നേരം തീ കൂട്ടി എങ്ങനെ കഴിയണം. വല്യമ്മ വന്നു. മഹാദേവ, അത് അത്രയും തന്നെ ശരിയായില്ല നാരായണി. ഇളവളെ അയാൾ കണ്ടിട്ടുണ്ട്. അതാണെങ്കിൽ അവർക്ക് സമ്മതമാണെന്ന് അവര് പറയുന്നത്. മൂത്തോടുള്ളപ്പോ ഇളവൾ അയക്കുന്നൊരു ഭാഗ്യല്ലേ? പണ്ടുണ്ടായിട്ടില്ല. കാലം മാറിപ്പോയില്ലേ? ഒരു കാലം നമുക്ക് ഒഴിഞ്ഞു വിചാരിച്ചോളൂ. വേണ്ട അമ്മാവ, യോഗ ഉണ്ടെങ്കിൽ അവൾക്ക് വേറെ ആരെങ്കിലും വരും. കാണാവുന്നവരെന്ത് പറഞ്ഞു? എനിക്കറിഞ്ഞൂടാ. കേൾക്കാൻ മോഹം ഉണ്ടായിട്ടില്ല തെക്കിനിൽ പോയി പഴകി നിന്നിരുന്നത്. ശാലത്തിലെ കുട്ടികൾ പറഞ്ഞത് അറിയാമോ? പാലില് മഞ്ഞൾ അരച്ചിട്ട് തേച്ച് കുളിച്ചാൽ നല്ല നിറം വെക്കുന്നതാണ്. എടി, നിനക്ക് കളിയാക്കുള്ള ഓർമ്മ കേട്ടാ. അത് ഞാൻ കൊല്ലിരിക്കും. കാവിലെ മണി അവർ കണ്ടായിരിക്കും. മുടി അഴിച്ചിട്ട് ഉമ്മറത്തോട്ട് പോവാമായിരുന്നില്ലേ?
കളിയാക്കടി, ഇനിയും കളിയാക്ക്. എന്താണ് ഇത് ചെയ്തത്? ഇത് എന്താണ് ചെയ്തത്? എടി നിന്നോട് നോക്കി എന്താ ചെയ്തത്? അവമേ അപ്പത്തെ നീ എന്താണ് ചെയ്തത്? എന്താ ചെയ്തെന്ന് ഇടി നജൂരം എന്തായി കാണിക്കണേ? നീ അവൾക്ക് എല്ലാത്തിനും എഴുതരെ കൊടുക്കണത്. എടി ആണില്ലെങ്കിൽ പടിഞ്ഞാത്ര തൂണിനെതിൽ പേടിക്കണ്ടേ? നീ അകത്തേക്ക് പോ മോളെ. ജാനു, നീ വെളുപ്പ് കൊടുത്ത് വെച്ചാൽ നോക്കണ്ട. എന്റെ വയറ്റിൽ ഇങ്ങനെ ഒന്ന് പിറന്നല്ലോ എന്റെ ഗുരുവായൂരപ്പ. നീ ഇരിക്കുന്നിടത്തോളം കാലം താഴെയുള്ളവരും കൂടെ ഒക്കെ തിരിഞ്ഞു നോക്കലടി. നീ എന്തെങ്കിലും തന്നിരിക്കുന്നു പാളൂട്ടിയോടെ? മോനെ, നീ മേല് കഴിയുക. മോനെ, നീയുള്ള നാളെ നിനക്കും വല്യമ്മോട് ദേഷ്യമായിരിക്കും. വല്യമ്മയുടെ മനോവേദന കൊണ്ട് വല്യമ്മ എന്തൊക്കെയോ പറഞ്ഞു. എല്ലാം വല്യമ്മയുടെ യോഗം. എത്ര കൊടുത്ത കയ്യ അവരുടെ. താഴ്ചയിലെ കുട്ടന്മാരുള്ള കാലത്ത് പ്രസവത്തിന് മഞ്ചലിലാണ് ഇങ്ങോട്ട് വരിക. വല്യമ്മ മഞ്ചലിൽ വരുന്നേ. ഇവനെ ചോറ് കൊടുക്കാൻ പോയി വരുന്ന വീട്ടിൽ ഞങ്ങൾ താഴത്തെ കയറി. ഒരു പവന അയാൾക്ക് ഇവന്റെ കയ്യിൽ വെച്ചു കൊടുത്ത് എനിക്ക് അച്ഛന്റെ ഓർമ്മയുണ്ട്. കാശിന് അരി ഉണ്ട് കണ്ടല്ലേ നമ്മളെ. അരി എണ്ണ കാശ് ഇന്നും നാട്ടുകാർ പറയല്ലോ. ഇവിടെ കയറി ഇരിക്കടാ പയ്യ, അവിടെ ഇരുന്നോട്ടെ. എന്താണിത്? എന്ത് ചെയ്യാൻ, അവരുടെ കഷ്ടകാലം. അല്ലെങ്കിൽ അയാൾ കാലത്തോടുകൂടി ഇരിക്കായിരുന്നല്ലോ.
പ്രപഞ്ചചേതന വിടരുന്നു പ്രദോഷമഞ്ജലി തൂവുന്നു അനന്തമേ അദ്വൈതമേ നമോ നമ നമോ നമ. ടീച്ചർ വിചാരിക്കേണ്ട കാല നടത്തം വേണ്ട, അങ്ങനെ ചിന്തയുണ്ടോ? ആ തൊടിയിൽ കയറി ഇന്ന് എന്റെ വിളയാട്ടൊന്നും വേണ്ട. കാലം പണിക്കൊന്നൊക്കെ ഏതോ നാട്ടുകാരനാണ് വന്നത്. ചേച്ചി ആരെങ്കിലും നാരങ്ങ ഈ അവിടെ ചുറ്റിപ്പറ്റി നടന്നു എന്റെ അടി മേടിക്കും. കാക്ക കുളിച്ച കൊക്കാകുമോ? പക്ഷേ ഇപ്പൊ കുട്ടികൾക്ക് കണ്ട ബോധിക്കാണ്ടിരിക്കില്ല. എനിക്ക് ഇഷ്ടമായി ചർച്ച. പക്ഷേ ആ കാലിലുള്ള മണിയുണ്ടല്ലോ, അതൊന്ന് ആശുപത്രിയിൽ പോയി അറുത്ത് കളഞ്ഞാൽ മതി, നന്നായിരിക്കും. ദൈവം തന്നല്ലേ ജാനു. എനിക്കൊരുപാട് നിൽക്കാനും പാടില്ലേ? അമ്മ പറഞ്ഞു തൊഴുത്തിന്റെ കോലായിലുള്ള വരവൊന്ന് കൊച്ചി കീറിയുടെ. എന്നെ അന്വേഷിച്ച് പിടിക്കുന്ന അരം കൊണ്ട് നിനക്ക് അത് ചെയ്താലെന്താ? കൈ കഴിഞ്ഞു കൂടി ഇനി വേണ്ട, ഞാൻ അമ്മയോട് പറഞ്ഞോളാം കേട്ടോ. എന്റെ മോള് പേടിപ്പിച്ചല്ലേ. ഇന്ന് ശുപാർശ ഉണ്ടായിട്ടോട് ഞാൻ ഈ വീട്ടിലെ പണിയെടുക്കണം. നേരാണെങ്കിൽ ഉറവശിക്ക് പോരാണ്. വാപ്പ് കൊടുക്ക്. അയൽപക്കത്തെ അന്വേഷിക്കാൻ അത് നിനക്ക് ദയുണ്ട്. ആ ചിലപ്പോൾ മൃഗങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നും. മാളക്കുട്ടി എന്നല്ലേ പേര്? കുട്ടി പൊക്കോളൂ, അതിനെ ഞാൻ കൊണ്ടുവന്നാക്കാം. സമ്പ്രാട്ടി എത്ര മുറുക്കുന്ന അറിയാം. അകായിൽ നിന്ന് ഒരു കണ്ട് കൊണ്ട് തരുമെന്നാ ചോദിച്ചു. എത്ര വേഗമാ സമ്പ്രാട്ടിക്ക് ദേഷ്യം അറിയാം. ദിവസം കേൾക്കുന്ന മാസത്തിലെ മഴ മാതിരി ഇടിയും മിന്നലും ഇല്ലാണ്ട് പെയ്യ. സമ്പ്രാട്ടിക്ക് ദേഷ്യം വരുമ്പോഴാ ഏറെ ചന്തം. ഒരു കണ്ടും വെച്ചതല്ലേ അടിയൻ ഇതാ ഈ മണമുള്ള അടയ്ക്കാതല. ഇതാണ് അടിയന്റെ കയ്യിലുള്ളത്. അതാണ് വിശുദ്ധ. വിശുദ്ധുള്ളവര് സമ്പ്രാട്ടിയോടായാലും അടിയന് ഇഷ്ടമാണ്. എല്ല് വെള്ളവും കേട്ടില്ല. കണ്ട പാണരും പറയലൊക്കെ മനുഷ്യന്റെ തലേ കയറാൻ തുടങ്ങിയോ? അല്ല അറിയാൻ ചോദിക്കുന്നു. മനസ്സിലായില്ല. എവിടത്തെ തമ്പുരാനാണാവോ? വടക്കേ പാട്ട് മേലെ പഠിക്കൽ വരില്ല നിന്റെ തന്തിയും തന്തയുടെ തന്തിയുള്ള കാലത്ത്. സർപ്പഞ്ചാന്നാരേ, നിങ്ങൾ അവിടുത്തെ ആരാ? മനസ്സിലായി? ആരുമല്ല. അവിടുത്തെ വടക്കോടത്തെ കഞ്ഞിനെല്ലാം കുടിച്ച കാലൊക്കെ വലുതായത്. അവിടുത്തെ കുട്ടികളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം. ചോദിക്കാൻ ആരും ഉണ്ടാവില്ലാന്ന് വിചാരിക്കണ്ട. പോയി പണി നോക്കണം. സമ്രാക്കന്മാരുടെ വടക്കുറത്ത് വെള്ളം കുടിച്ചല്ല ഞാൻ വളർന്നത്. നല്ലവണ്ണം അധ്വാനിച്ച് ചോറുണ്ടിട്ട. സുന്ദരിയായൊരു കന്യകയും മന്ദം വളർന്നു തുടങ്ങിയല്ലോ. ആലിജനത്തോടൊരുമിച്ചിട്ട് കേളിയുമാടി നടക്കും കാലം. അന്നവർ തമ്മിൽ പറയുന്നതോ
കന്യക കേട്ടു വിശേഷമെല്ലാം തന്നൂടെ വൈവിധ്യ കാരണത്താൽ ഖിന്നത പൂണ്ടു ചമഞ്ഞാളേറ്റം അന്നൊരു താപസി തന്നെ കണ്ടു തന്നൂടെ സങ്കട അയ്യോ എന്താ ഈശ്വര ഈ കാണുന്നത്? ഞാൻ കൈകൊട്ടി കളിക്ക് പോകാൻ വേണ്ടി അലയ്ക്ക് മഴയ്ക്ക് വെക്കുന്ന മുട്ട ഞാൻ കുട്ടികൾക്ക് അപ്പടി തലയാക്കി. എവിടെയും എന്റെ കയ്യിൽ കൈ ഞാൻ തൊട്ടാ മുഷ്ടിയാവും. അമ്മേ ഇത് കണ്ടോ? എന്റെ മുട്ട എല്ലാം കുട്ടികൾക്ക് കളിയാക്കി. ഞാനെന്താ ചെറുമേരി ആവോ? ഒരു സുന്ദരി വന്നിരിക്കുന്നു. ഞാൻ സുന്ദരി എന്താ കുട്ടികൾക്ക് വല്ല നഷ്ടമുണ്ടോ? നിന്റെ നാമത്തിന് എന്റെ അടുത്ത് വേണ്ട. എന്തായാലും കുറച്ചു നേരം തൊഴിലായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ലേ? അടുത്ത വീട്ടിലെ അന്യന്മാരാണുങ്ങളുള്ളതാ. അമ്മേ ഇത് കണ്ടോ കുട്ടികളുടെ എന്നെ മുണ്ട് മുഷിച്ചത്? വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കണ്ട. മാളൂട്ടി ഒന്നും ഇതിന് നിന്റെ താഴെയല്ലേ അവള്? കല്ലുവെട്ടുകാരന് ഓശാരം തരണുണ്ടോ? എനിക്ക് മൂത്തത് മതി. കള്ള് ഷാപ്പ് കയറാം, തീയന്റെ കള്ളു കുടിക്കാം, ഒപ്പം വരുന്ന അയിത്തമായി. ഒന്നുകൂടെ കുട്ടായിയേ, കുട്ടായി അകത്തില്ലേ? കുട്ടായി കേറി ഇരിക്കുന്നമ്പ്രാ, കേറി വരണോ? കുട്ടായി കുട്ടായി നമുക്ക് എന്താ വേണ്ടത്? ഞാൻ വഴി പിടിക്കാൻ ഇറങ്ങിയതാ. ഇക്കുറി അമ്പലത്തിലെ കളി ഒന്ന് ക്ഷേമമാക്കണമെന്നുണ്ട്. അകത്താരൊക്കെയുണ്ട്? ഇങ്ങനെയാളുണ്ട്. മൂത്താര് വേണമെങ്കിൽ പിന്നാമ്പുറത്തേക്ക് വന്നോളൂ. എന്റെ ആകെപ്പാടെ 8 അണിയേ ഉള്ളൂ. മറ്റവൻ വയറ്റിനുള്ളിൽ ചെന്ന് കഴിഞ്ഞ് നീ എന്നെ അവമാനിക്കരുത്. അമ്മാറയുടെ അപ്പുറത്ത് വന്നോളൂ. പത്തേ എവിടുന്നാ? അരിയൻ വെറുതെ ഇങ്ങനെ വന്നു. ഞാൻ ആ കഥകളിക്കാരെ ഏർപ്പാട് ചെയ്യാൻ പോയതാ. നിന്റെ ഈ മുറുക്കാനുണ്ടോ? ഉണ്ട്. ആ കിളയൊക്കെ തീർന്നോ? ഇല്ല. മഴ തീരുന്നതിന് മുമ്പ് കിളയൊക്കെ തീർക്കണം കേട്ടോ അരിയൻ. ഞാനാ, നമ്മള് ഞാനാ. കുട്ടിശേഖരനോ? ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാ.
നീ എന്റെ മടിച്ചയിലെടുത്തോടാ. ഞാൻ എടുത്തില്ല കോഴിനാരെ. കള്ളം പറയാ. ഞാൻ കള്ളം പറയില്ല. ഞാനിപ്പോ പശു നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇപ്പൊ വന്നതാണ് കോഴിനാരെ. എടുത്തിട്ടില്ലെന്ന് തേവരുടെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യടാ. തേവര പാദത്താണ് ഞാൻ എടുത്ത്. ഞാൻ എടുത്തില്ലേ കോഴിനാരെ. ഞാൻ എടുത്തിട്ടില്ല കോഴിനാരെ. എന്തൊരു നാറ്റ. അപ്പൊ നീ എടുത്തിട്ടില്ല. നീ പൊക്കോ. ഈ അംഗവായുവിന്റെ സൂക്കേട് കൊണ്ട് മോശം അത് കഴിക്കാൻ വയ്യെന്നായി. അമ്മായിക്കും കുട്ടികൾക്ക് വിശേഷമൊന്നുമില്ലല്ലോ. അവൾക്ക് എന്താ വിശേഷം? എന്നും അവൾക്ക് പാപം. കുട്ടികൾക്കൊക്കെ സൂക്കേടും. കമലുവിന് ദേവനും പുറമുറയാലോചിക്കുന്ന സമയത്തായി. അപ്പുകുട്ടപ്പണിക്ക് അവിടെ ഒരു ആലോചനയും കൊണ്ട് വന്നതാണ് ഞാൻ തട്ടുകൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മക്കൾക്കില്ലെങ്കിലും മരുമക്കൾക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ഇതും നല്ല സ്ഥിതിയുള്ള കുടുംബമാണ്. ഭഗവതിക്ക് ഒരു നെയ്പ്പായം നമ്മൾ നേർന്നോളൂ. മച്ചിലൊരു കെടാവളക്കും. എന്റെ കഷ്ടം കൊണ്ട് വേണമെങ്കിൽ എടുത്ത് ചുറ്റിക്കോളൂ കുട്ടിയെടുത്തി. വേണ്ട, ഇത്രയൊക്കെ മതി. അധികം ചമയ അതും ഒത്തിരി മോശമാണ്. ഭഗവതി നല്ലോണം വിചാരിച്ചു ചെന്നു. വാസു, ഇന്റെ മോനെ മച്ചിന്റെ വാതിലോടെ നിലവിളക്കൊന്ന് കത്തിച്ചേക്ക്. മാറുട്ടിയെ മച്ചിന്റെ ഉമ്മാർക്ക് നിന്ന് തൊഴുതട്ടെ എന്റെ മോള് പോകാവോട്ടോ. കുട്ടികളാരും ഇല്ല ഇവിടെ. ഒരു ഇഞ്ച് വെള്ളം ഇവിടെ കൊണ്ട് വെക്കൂ. അമ്മാമ വന്ന് വിവരം പറയണ വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. താൻ പാതി ദൈവം പാതി എന്നല്ലേ. നമ്മൾ ശ്രമിക്കുക. എല്ലാ അനുഭവം തരുന്ന ദൈവമാണ്. ഇല്ലാനൊന്നും ഇല്ല മാവ. എന്റെ ഉണ്ട്. അവര് പോയെങ്കിൽ പോട്ടെ. അതിന് പരിഹരിക്കാനോ ജോലിക്കാനോ ഒന്നുമില്ല. ഏതായാലും നീ ഒരു കാര്യം ചെയ്യും. ആ പുണ്യപ്പണിക്കരെ വിളിച്ച് ഒന്ന് പ്രശ്നം വെപ്പിക്കാം. ഈ കുടുംബത്തിൽ എന്തോ ചില ഗ്രഹപ്പഴകൾ കിടന്ന് കളിക്കുന്നുണ്ട്. മറ്റുള്ള ഭഗവതിന് ആർക്കും കാണാൻ പറ്റില്ല. അല്ല കുട്ടിയെടുത്തി മുത്തശ്ശിയുടെപ്പം വന്നു എന്നല്ലേ അമ്മ പറഞ്ഞത്? വന്നു എന്നല്ലേ പറഞ്ഞത് കുട്ടിയെടുത്തി? ചിലപ്പോ അവരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താ കുട്ടിയെടുത്തി ഒന്നും മിണ്ടാത്ത? എന്ത് മിണ്ടാൻ? അവരിനി വരില്ലേ? ആര്? കല്യാണക്കാര് വരണ്ട. ആരും വരണ്ട. വാ പുളിമരത്തിന്റെ പത്തിലാ ഒരു തത്തക്കുട്ടി കാണാൻ വാ. നോക്കാം കുട്ടിയെടുത്തി. നീ പൊയ്ക്കു വാസു. എന്ത് മാങ്ങ കളിക്കണേ?
കൂട്ടുകാരനായിട്ട് ഇതുവരെ ആരും എന്നെ വിളിച്ചില്ല. വരാലോ, എപ്പോ വേണമെങ്കിലും വരാം. ആ ക്ഷണം ഇങ്ങോട്ടും ഉണ്ട്. ബ്രാഹ്മണേഭ്യോ ഗുരുഭ്യോ ശ്രീമദ്ഗുരുനാരായണ ബ്രാഹ്മണ ശ്രീ ദക്ഷിണാമൂർത്തേ നമ സമ്പുരായ നമ ശ്രീഗുരവേ നമ നമ അഗ്രഹന്തരവസ്തു ആദിത്യായ നമസ്കാരങ്ങളും പുരുഷേശ്വരന്മാരായി വിളിക്കുന്നത് മൂലമായിരുന്ന ഭൂതവംശത്വമാണ് ശിവാരവത്തെയും ആയുർബരാവരത്തെയും സത്യം പ്രദക്ഷിണം ശ്രീഗുരവേ സത്യം ഭവതോ സത്യം ഭവതോ സത്യം ഭവതോ. കുംഭാരൂഢം. ആരൂഢത്തിൽ ദേവി തന്നെ ഇരിക്കുന്നുണ്ട്. ഭാഗ്യത്തിൽ വ്യാഴവും തറവാടിന്റെ ഉച്ചവകാശിയായ ദേവി ആരൂഢത്തിൽ ഇരിക്കുന്നു. നല്ല ഐശ്വര്യ സഹിതം ഈ ദേവിയുടെ ധനസമ്പത്താണ് ഈ തറവാട്ടിൽ മുഴുവനേ കാണാനുള്ളത്. അത്ര ദൈവാനുഗ്രഹം കാണാനുണ്ട്. അതെ അതെ, കാവിലെ താലപ്പൊലിക്ക് ഇവിടുന്ന് ആ വിളക്ക് കത്തിച്ചുകൊണ്ട് പോകുന്നതേ നല്ല സുഖം. ഉപദ്രവമില്ല, ബാധ്യമില്ല. പക്ഷേ അഷ്ടമത്തിൽ ഗുളിക നിൽക്കുന്നുണ്ടെങ്കിലും ഭഗവതി അവിടേക്ക് നോക്കിയിട്ടുമുണ്ട്. ആര് കബഡി വാരി വെച്ചാലും ശരി, ഇത് തന്നെ അവിടെ പറയാറുള്ളതേ. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ കെട്ടിത്തിരിച്ചിലൊന്നും മാറാൻ എന്താ വഴിയെന്ന് ആലോചിക്കുക. ദൈവമേ, വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പണിക്കരെ. എന്തോ ഈ കുടുംബത്തിൽ ചില കുഴപ്പങ്ങളെല്ലാം ഉണ്ട്. എന്ത് രോഗങ്ങളുണ്ടെങ്കിലും മഴ പോലെ വന്ന മഞ്ഞ് പോലെ ഇന്ന് പ്രമാണമുണ്ട്. പേടിക്കണ്ട. തേങ്ങാ പോലെയാണ്. അതൊക്കെ പറ, എനിക്ക് കേൾക്കണ്ട. കാശില്ലാത്തോടത്തിൽ ഇതിനും കൂടി ചെലവാക്കുന്നു. ഗ്രഹസ്ഥരൊക്കെ അറിഞ്ഞിരിക്കണം, നല്ലതാണ്. ഈശ്വര, അനർത്ഥങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. അവദക്ഷണയെ കാണിക്കും. അല്ല, ആനയുടെ മാര് വലിയൊരു കവടി പച്ച വെച്ചു. അതെനിക്ക് വാങ്ങിച്ചു തരാന്ന് ചോദിക്കുന്നത്. കൊണ്ടൊരു കുറച്ച് കൂടുതലുണ്ട്. കുട്ടിയെടുത്തറിഞ്ഞോ എനിക്ക് ജാതകത്തിൽ കേസരി യോഗം ഉണ്ടെന്ന്? എന്നുവെച്ചാ നീ കേസരിയാവും. നേരത്തേക്കൊന്നും അറിയില്ല. ഞാനേ 4 അക്ഷരം പഠിച്ചോളാം. മച്ചിരി നിക്ഷേപത്തിന്റെ കഥ കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ കാലായില്ലേ, നമുക്കൊന്ന് മച്ചി കളിക്കണം. അമ്മയും ചെറിയമില്ലാത്ത ഒരു ദിവസം നമുക്ക് പണി പറ്റിക്കണം. വേണ്ട, അത് ദോഷല്ലേ. ഭഗവതി കൊടുത്ത വസൂലിന്റെ ഉത്തരവില്ലേ? വേണ്ട കുട്ടികൾ. ഭഗവതിക്ക് എന്തിനാണ് നിക്ഷേപം? വീട്ടു ചെലവിന് കാശില്ലാതെ കഷ്ടപ്പെടുമ്പോഴവിടെ നിക്ഷേപത്തിന്റെ വർത്തമാനം. നമുക്ക് മച്ചി കളിക്കണം. നോക്കാലോ, ആ പണിക്കിരി ഇനി കബഡി സഞ്ചി കൊണ്ട് ഈ മുറ്റത്ത് കയറട്ടെ. അന്നപ്പോ ഞാൻ അയാളെ പിന്നെ പറയാനുള്ള പൂതി അവൾക്കുണ്ടാവില്ല. വീക്കും ഞാൻ അവളെ. എനിക്ക് പേടിയാവും. നീ എന്തിനാ പേടിക്കണത്? കുട്ടികൾക്കുള്ളപ്പോ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട.
ഒരു ചെറുതാൻ എനിക്ക് പേടിയില്ല. കുട്ടിയാക്കി വിഷാദം എടുക്കണ്ടോ? നീ വല്ലതൊക്കെ വിചാരിച്ചു വരുന്നതാ ദുസ്വപ്നം. കുട്ടിയാക്കി വിഷാദൊക്കെ എന്താ? വലിയ ചെമ്പുപാത്രം നിറച്ച് സ്വർണം പവനും നമുക്കൊക്കെ പറഞ്ഞിരിക്ക. എവിടുന്ന് കിട്ടാനാ? കുട്ടിയാക്കി വിഷാദം കിട്ടാ കുട്ടിയാക്കി എന്താ ചെയ്യാ? നീ എന്താ ചെയ്യാ? ഞാൻ തട്ടാളം വെച്ച് കുട്ടിയാക്കിക്ക് വലിയൊരു ചങ്ങലയും ഒരു കൊടക്കൊടുക്കുന്ന ഉണ്ടാക്കി തരും. കുട്ടിയാക്കി കിട്ടാല. കുട്ടിയെടുത്തേക്ക് ഒരു കരിക്കട്ട കൂടി വീണ് കിട്ടില്ല. ഏകാദശി മറ്റ കാക്കയ്ക്ക് ഒരു കരിക്കട്ട വീണ് കിട്ടി. കുട്ടിയെടുത്തേക്ക് അതും കിട്ടില്ല. അതിനൊക്കെ ഭാഗ്യം വേണം വാസ്. അല്ല കിട്ടിയാലോ? കിട്ടിയാലേ മടി നിറച്ച് സ്വർണം വാരിട്ട് നാടായ നാട് മുഴുവൻ നടക്കും. എന്നിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്ത പെൺകുട്ടികൾക്കും ഓരോ പിടി വാരി കൊടുക്കും. മേല് നിറച്ച് പൊന്ന് വാരിയിട്ടാല് ഏതാണ് ചന്തവും സൗന്ദര്യം നോക്ക്. എനിക്കിപ്പോ തീരെ തോന്നില്ല. സ്വർണം കിട്ടിയ സ്ഥാനാർത്ഥി കൊടുക്കണ്ട. തോണ പണ്ടത്തെ കുട്ടികൾക്ക് എന്നെ മുഴുവട്ടുള്ളൂ. കല്ലുകൾ കുടിക്കാൻ കാശില്ലാണ്ട് സ്വത്ത് മുഴുവനും വെച്ച കാരണന്മാര് മറ്റൊരു നിധി ബാക്കി വെച്ചിരിക്കോ? നിനക്കുണ്ടോ ഭ്രാന്ത്? ആ മോൻ കിടന്നുറങ്ങിക്കോ. ഞാൻ കൊണ്ടേ കൊടുക്കണോ അമ്മേ? ആവശ്യം വിളിച്ചാൽ ആളില്ല. അന്വേഷണം ശരി. ഇന്നത്തെ ആളുകളുണ്ട്. ഈ അടങ്ങി ഒത്തിരി ഭാഗത്തിരുന്നോ? മാളൂട്ടിന് മേരയിൽ കഴിഞ്ഞില്ലേ? എവിടെയാ അവള്? കുട്ടികൾക്ക് എവിടെയും പോയിട്ടില്ല. നടപ്പരയിലുണ്ട്. ആ എന്നതൊക്കെ ഇത്ര ചെറുതല ഇത് കൊണ്ടുകൊടുക്കാം. ഈ ഉമ്മത്തിക്ക് എഴുന്നള്ളണ്ട. എന്ത് ഇരിപ്പാണ് മോള് ചെയ്ത്? മുണ്ട് ബ്ലൗസ് മാറ്റിയില്ലേ? ഞാൻ എവിടേക്കും വരില്ല. ഈ വേഗത്തിലാണ് നീ ഉമ്മത്തിക്ക് പോണത്. ഞാൻ പോടില്ല. ചെല്ലു മോളത്തെ ചെറിയ പറയണത് കേട്ട് ഞാൻ എന്റെ മനസ്സിൽ ചെറുതൊക്കെ നേർന്നിട്ടുണ്ട്. വയ്യ, എനിക്ക് വയ്യ. ഇതെങ്കിലും നടക്കാതെ എടി നീ ഇന്നെ മൂന്ന് മരക്കൂടി അതാരും നിന്റെയൊക്കെ കെട്ടി നരച്ചോട്ടെ. സമ്മാനിച്ചെന്നൊരു കച്ചവടക്കാരി നോക്കാൻ വേണമെന്നല്ല ചിലർ വരിക. ഞാൻ അവരുടെ മുന്നിൽ എന്നും പ്രദർശനം വയ്ക്കുക. എനിക്ക് വയ്യ. എടി എന്താ അകത്ത് ബഹളം? ഒന്നുമില്ല. അവർക്ക് മോൻ നിൽക്കുന്നുണ്ട്. ഇന്ന് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്കും. അവള് തൊടാൻ പാടില്ലാണ്ടിരിക്കുക. ചിത്രലേഖ പ്രിയം വദേ എത്ര നാൾ സഹിച്ചിടും ഞാൻ. ചിത്രലേഖ പ്രിയം വദേ എത്ര നാൾ സഹിച്ചിടും ഞാൻ. ചിത്രമെത്രയാകും വ്യർത്ഥമായി മനോരഥം. ചിത്രമെത്രയാകും വ്യർത്ഥമായി മനോരഥം. ചിത്രലേ
ഞാൻ കണ്ണടച്ചു, ആകെ ഭയന്നു ഞാൻ കണ്ണടച്ചു. സ്വപ്നം കഴിഞ്ഞു, മിഴി തുറന്നു, സ്വപ്നം കൈവിടലാ കണ്ടറിഞ്ഞു. സ്വപ്നം കഴിഞ്ഞു, മിഴി തുറന്നു, സ്വപ്നം കൈവിടലാ കണ്ടറിഞ്ഞു. അന്ധകാരത്തിൻ മരണം കണ്ടു, അന്ധകാരത്തിൻ മരണം കണ്ടു. ആകെ ഭയന്നു ഞാൻ കണ്ണടച്ചു, ആകെ ഭയന്നു ഞാൻ കണ്ണടച്ചു. ചിത്രലേഖ പ്രിയം വദേ യസനാൾ സഹിച്ചിടും ഞാൻ. ചിത്രമെത്രയുമെന്താകും യസമോയി മനോരഥം. ഇനി കിട്ടുമ്പോ വരാൻ പാടും. ഇനി കിട്ടുമ്പോ തരേട്ടോ. എന്നോട് പറയാതെ കുട്ടിയാട്ടി എന്താ പോണേ? വല്ലാതെ പ്രേമിച്ച കുട്ടിയാട്ടി പോരാടുന്നു. വാ വാസു, നമുക്ക് പോവാം. വാ വാ വാസു. പണി തീരുമ്പോ തമിഴാൻ നോക്കുവോ? തമിഴാറ്റി വേല കാണാൻ വരുമോ? ഓ, അടിയനോട് കോപമായിരിക്കും. തമ്പുരാട്ടിക്ക് വേല കാണാൻ വന്നാ തമ്പുരാട്ടിക്ക് കാണാൻ അടിയൊരു കളി കളി. തമ്പുരാ പിച്ചോ, വേല പിച്ചോ, പിച്ചോ പിച്ചോ. തമ്പുരാട്ടി വേറെ വരണം കേട്ടോ. ചെണ്ട, മുദ്ദള, മെടത്താളം, മാലവട്ടം, നെഞ്ചാമര ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് വരുന്നില്ലേ? വാ ചോദിക്കും, പ്ലീസ് ചോദിക്കും. അതിന്റെ വലിയ കാലുണ്ട്, അടുത്തൊരു കരങ്ങളുണ്ട്. വാ കുട്ടികൾക്ക്. ഒരു സാധനം ഒന്ന് പരിശോധിക്കാൻ സമ്മതിക്കില്ല. ഇതൊക്കെ എന്തിനാ എന്തിനാ കുട്ടികൾക്ക് വേണമെന്ന് നല്ല ശബ്ദം നോക്കാൻ പറ. കിടക്ക ചുരുങ്ങ അമ്മ ദുരാതങ്ങളുടെ വേഗത്തിൽ ദൂരമില്ലല്ലേ. അടുക്കള ചെന്നിട്ട് ആ കറക്കത്തെ എടുത്തിട്ടുള്ള ഇതിനാ എനിക്ക് ആവശ്യമുണ്ട്. പറഞ്ഞു കേട്ടാ പോലെ എനിക്ക് എങ്കിലും നീ പറഞ്ഞത് കേൾക്കൂ. നല്ല കുട്ടികൾ തന്നെയാണോ?
ഞാനിതായിരിക്കാം ഞങ്ങൾ വരുമ്പോഴേക്ക് രണ്ടെണ്ണം കൂടി തമ്മിൽ തല്ലി കൂടി രണ്ടിനും കൂടെ എന്റെ കൈ മതി. കുട്ടികൾക്ക് വരുന്നില്ല നമ്മൾ മലയാളത്തിലല്ലേ പറഞ്ഞത്. പിറന്നാളായിട്ടൊന്ന് തൊഴിക്കാൻ ഒരു പായസം കഴിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ ചെക്കൻ്റെ ഒരു അധിക പ്രസംഗം കണ്ടില്ലേ? എന്തിനായിട്ട് നീ അവനെ ചീത്ത പറയുന്നേ? അവന്റെ സ്വഭാവം വിശേഷം അവിടല്ലേ. കുട്ടികൾക്ക് ഇവിടെ ഉണ്ടാവില്ലോ. അറിഞ്ഞിട്ടെന്താ കാര്യം? ഞാൻ അമ്പലത്തിൽ മോഹിനിയാട്ടം കാണാൻ പോണം. അമ്മയും വല്യമ്മയും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാ.
പറഞ്ഞ് നടക്കുകയാണ് അർത്ഥത്ത്. ഏടത്തിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല. ഏടത്തിക്ക് എന്തു വന്നാലും സാരില്ല. കാരണം ഏടത്ത് അങ്ങനത്തോളാണ്. എല്ലാവരുടെയും മുന്നില് ഒരു ശകുനപ്പഴയാന്ന് കരുതിയാൽ മതി. നീ അങ്ങനെയല്ല. ആ ഭാഗ്യം തട്ടിക്കളയണ്ട. ഉപദേശിക്കണോ? മനസ്സിലായി. ഉപദേശിക്കല്ല. നിനക്ക് നല്ലത് വന്നാലേ ഈ വീടിൽ രക്ഷയുണ്ടാവും. ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. അതെന്റെ കുട്ടിയടത്തേക്ക് അറിയേണ്ടത്. ഞങ്ങൾ എന്താളും വിവാഹം കഴിക്കും, വേറെ താമസിക്കും. മതിയോ? കുട്ടിയടത്തിലെ കൊഞ്ചിനും കുഴയിലും കണ്ട് ഇതുവരെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. എന്നിട്ടൊരു ഉപദേശം. ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ നരകത്തിൽ തന്നെ കരകരണമേ തിരുവൈക്കമ്പാടും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. എന്താ കഴിഞ്ഞാല് നോക്കണ്? അല്ല, ഈ കല്യാണിയുടെ മകനല്ലേ? അതെ. എന്തോ പറയാനാ മകനെ, ഞാനേ ഒരു മടിശീലുണ്ടായിരുന്നു, കരയ്ക്ക് വെച്ചേച്ച് കാലും പോകും കഴുകാൻ കുളത്തിലേക്ക് ഇറങ്ങി. കരക്കേറി വന്നപ്പോൾ മടിശീലില്ല. അല്ല, നീ ഇതിനെ ഇവിടെ ചുറ്റിപ്പറ്റി? ഞാൻ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നിൽക്കണേ. പൈസ ബാക്കി ഉള്ളതിന് കിട്ടി, അവൻ കൊണ്ട് തിന്നട്ടെ, അതത്ര തന്നെ ഉള്ളൂ. വയസ്സായെങ്കിലേ എന്റെ ബുദ്ധിക്ക് യാതൊരു തകരാറും വന്നിട്ടില്ല, അറിയോ? നീ അന്നൊരു തട്ടടങ്ങടാ, ഇങ്ങോട്ടാ. ഞാനത് ചായ കുടിച്ചു പോയി വൈകുന്നേരം. നീ കല്യാണിയുടെ മകനല്ലേ? അതെ. അതാ എന്നെപ്പോ അത് ചായ ആ വിളവുകളല്ല. കല്യാണിക്ക് സുഖം കടാ മോനെ, ഇടയ്ക്കിടയ്ക്ക് സുഖമില്ലാതാവും. എന്താടാ ചേട്ടപ്പൻ? നോക്കിക്കേ, നീ എന്നോട് വില ഇറക്കരുത് കേട്ടോ. എടാ മണ്ടാ, എന്റെ കാശ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. പൊക്കോ, പരിചയം പൊക്കോ. ഞാനാണത്.
നീ ഭാഗ്യമുള്ളവള് തന്നെ. ഭാഗ്യം എന്ന് വെച്ചാൽ അതിഭാഗ്യം തന്നെ. നിന്റെ കാര്യം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചതുള്ളൂ. അവരിവിടെ വന്നതാണ്, പെണ്ണിനെ കണ്ടതുമാണ്. മൂത്തതിന്റെ നടത്തിയിട്ട് മതി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാലേ അവരവരുടെ പാട്ടിന് പോവും. അമ്മാമനെ അങ്ങനെ വിചാരിച്ച പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? അല്ല, കയ്യിൽ വന്നത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതും ഇപ്പോഴത്തെ ആണുങ്ങളെ വീടും പണവും ഒക്കെ അന്വേഷിച്ച് തേടുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നല്ല ദിവസം നോക്കി അമ്മാമെ അവിടെ നിശ്ചയിച്ചാൽ പോരെ? നാരായണി, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനും ഇപ്പോഴത്തെ യോഗമാണെന്ന് വിചാരിച്ചോളൂ. അല്ല, മൂത്തതിരിക്കുമ്പം ഇളവിനെ പറഞ്ഞയക്കുന്നത് മര്യാദകളായിരിക്കാം. എങ്കിലും നമ്മളിപ്പോ എന്തോ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് വിചാരമ്പലൊന്നും ഇല്ലാതെ സൂത്രത്തിൽ അങ്ങ് നടത്താം. പെണ്ണാണ് ഇനി വരണെന്തിനാ? ഒരിക്കൽ കണ്ടതല്ലേ? അതൊരു കാഴ്ചയാണോ? പെണ്ണിനെ എവിടെ വെച്ചെന്ന് കണ്ടെന്ന് വിചാരിച്ചൊരു കാഴ്ചയല്ല. അവരുടെ ആൾക്കാരും ബന്ധുക്കളും ഒക്കെ വന്നിരുന്നു കാണുക. അതൊരു മര്യാദ. ഒക്കെ അമ്മാമ്മയുടെ ഇഷ്ടം. ഒന്നുമില്ലെങ്കിൽ ഒന്നിനെങ്കിലും എടുക്കാനും തേക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. മീനാക്ഷി, നീ കുട്ടിക്ക് സുന്ദാർക്കുന്നത് നേരത്തെ ലീവ് എടുത്തുകൊണ്ടൊന്ന് വരൂ. നമുക്ക് ദിവസം നിശ്ചയിക്കാനുള്ള സമയമൊന്നും കുറിക്കാം. അതാണ് നല്ലത്. എന്നാ ഞാൻ പോട്ടെ. കടവൂരിക്ക് കാശെടുക്കാൻ മറന്നിട്ടുണ്ടാവും അമ്മാമ. ഇതാ അമ്മാമൻ. നിനക്കെങ്കിലും അത് ഓർമ്മ വേണ്ടായല്ലോ, അത് മതി. അവരാരൊക്കെയോ വരുന്നുണ്ട്. ഇവിടുന്ന് നിശ്ചയിക്കുമെന്നാണ് തോന്നുന്നത്. എന്താ ഒന്നും മിണ്ടാത്തത്? ആളുകൾ വരട്ടെ. ആവശ്യക്കാരില്ലാതെ വരുമ്പോഴല്ലേ വിഷമിക്കേണ്ടത്. വീട്ടിൽ വരാം, അമ്മയെ കണ്ട് പറയാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഞാൻ കാത്തിരുന്നു. ഞാൻ ഇന്നിവിടെയാകും, നാളെ മറ്റൊരിടത്താകും. 2-3 വർഷം കൂടി കഴിഞ്ഞാലേ എനിക്ക് സ്ഥിരമായി ഒരിടത്തിരിക്കാനുള്ള ചുറ്റുപാടുണ്ടാവും. നീ എന്റെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ കിട്ടിയ അവസരം വെറുതെ കളയണ്ട. ഞാൻ അപ്പോ ഞാൻ ധരിച്ചതെല്ലാം വെറുതെ, എന്നോട് പറഞ്ഞ നല്ല വാക്കുകളും വെറുതെ. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കാനുണ്ട്. കല്യാണം കഴിഞ്ഞാലും നമുക്ക് കാണാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇത് കേൾക്കൂ, നിന്നെ ഞാൻ മറക്കുന്നില്ല. പോരെ, അതിൽ കൂടെ എന്ത് വേണം? വാലങ്കാലത്ത് ലഞ്ചാല വലിടിക്ക് അതിന്റെ ഇലല്ല ഭയം നമ്പിടലെ അതിന്റെ ഇലല്ല ഭയം അതിലെന്ത് ചെറുകാരണം മുരുകൻ കാരണകുമരൻ കാരണവിലികൾ മണിനാഥൻ മുത്തുവയിച്ചകൻ ശങ്കാമരമിട്ടോ അമണിയുള്ള സ്വാമി തുണയോഗ മുരുകൻ കാരണകുമരൻ കാരണവിലികൾ മണിനാഥൻ മുത്തുവയിച്ചകൻ ചന്താമരമിട്ടോ മണിയുള്ള സ്വാമി തുണയോഗ അത് മറന്നേക്ക്. എന്നെ ആഗ്രഹിച്ച് ഒരാൾ വരുന്നുണ്ട്, അത് മാത്രം വിചാരിച്ച് ബാക്കിയൊക്കെ മറന്നേക്ക്.
കളിയാക്കി ചീത്ത പറഞ്ഞു. അത് കേട്ട് കേട്ട് എനിക്കിഷ്ടായിരിക്കണം. നിന്റെ കരച്ചില് മാത്രം എനിക്ക് സഹിക്കാൻ കഴിയില്ല. ശരി, ചിരിക്കടി. ചിരിച്ചില്ലെങ്കിൽ ഈ കുട്ടിയെ തന്നെ ചിരിപ്പിക്കും. ചിരിക്കേ. മരുമകളായതുകൊണ്ട് ഞാൻ പറയുകയല്ല. അവൾ ഏത് തറവാട്ടിൽ ചെന്ന് കയറിയാലും അവിടെ മറഞ്ഞിരിക്കും. താഴത്തിലെ കുട്ടനാരെ കണ്ടിട്ടില്ലേ? ഓ, എന്തോ ഒരു ശ്രീത്വമായിരുന്നു. മരിച്ചു കിടക്കുമ്പോ തന്നെ ആ മുഖത്ത് എന്തോ ഒരു ദേശം. ആ ശ്രീത്വം മുഴുവനും കിട്ടിയിരിക്കുന്ന അവസ്ഥ. മൂത്തവൾക്കാണെ കുറച്ച് അമ്മയുടെ ഛായ. പാലം പണി തീർന്നു. കൊച്ചമ്പ്രാട്ടിയുടെ കല്യാണവും കഴിഞ്ഞു. കോളൊന്നും അപ്പുണ്ണിക്ക് കിട്ടിയില്ല. അമ്പ്രാട്ടിയെ ഒരു കണ്ടം വെറ്റിലെങ്കിലും മാമ്പൂ കണ്ട് മതിക്കാൻ പാടില്ല മഴക്കാറുള്ളപ്പോ, അല്ലേ അമ്പ്രാട്ടി? അപ്പുണ്ണിക്ക് എന്താ വേണ്ടത്? അപ്പുണ്ണിക്ക് ഒരു കണ്ടം വെറ്റില, പിന്നെ തമ്പ്രാട്ടിയുടെ ഇഷ്ടം. എന്നിട്ട് കൊട്ടാരക്കെട്ടിലെ കൊച്ചമ്പ്രാട്ടിക്ക് തൊട്ടു കേൾക്കുമ്പം കലിയിളക്കം. അല്ല, അപ്പോൾ ഇതൊക്കെ എവിടാ പഠിച്ചത്? ഇത്ര മാത്രമോ? ഇനി എന്തെല്ലാം കിടക്കുന്നു കൊച്ചമ്പ്രാട്ടി. അടിയൻ തെക്കത്തി നാടകത്ത് വേഷം കെട്ടി മാനാരിപ്പാടത്തുനിന്ന് കളിച്ചത് കൊച്ചമ്പ്രാട്ടി കണ്ടിട്ടുണ്ടോ? ആ,
തില്ലാലക്കിടി പാട്ടും പാടി വന്ദന മയിലേ കുയിലേ വന്ദന മയിലേ കുയിലേ വന്ദന മയിലേ നാക്കിലെ മൂക്കിലെ മൂന്നും മുടുക്കിലെ ഈ കൊച്ചമ്പ്രാട്ടി ഒരിടത്ത് കുത്തിയിരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നോടാം. എന്നാ ഇതെല്ലാം നിർത്തിയിട്ട് അപ്പണ് പോകാം. കാവിലെ മദ്ദളം മാറച്ചെന്ന് കള്ളകെട്ടായാൽ കളിയിളക്കം. അപ്പുണ്ണി എന്തിനാ കള്ളു കുടിക്കണേ? തമ്പുരാട്ടി എന്തിനാ കഞ്ഞിയും ചോറും കഴിക്കണേ? അതുപോലെയാണോ? ആ, ഇതൊക്കെ ഒരു ശീല. വല്ലവരോടും ദേഷ്യം തോന്നിയ അപ്പുണ്ണിക്ക് ഇത്ര കഴിക്കണം. ആരോടാ ദേഷ്യം? ആരോടെങ്കിലും ഒക്കെ ദേഷ്യം തോന്നിയില്ലേ പിന്നെ ഉറക്കം വരില്ല. അപ്പൊ ഇത്ര മൂന്നും. തമ്പുരാട്ടിയോട് അന്ന് ദേഷ്യം തോന്നിയപ്പോഴും പോയി അസാരം കഴിച്ചു. ഞാൻ ചീത്ത പറഞ്ഞപ്പോഴോ? തമ്പുരാട്ടിയുടെ ചീത്ത കേൾക്കാൻ വേണ്ടിയല്ലേ അടിയൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അത് അടിയന് ഇഷ്ടമാണ്. പിന്നെ അടിയനെ കാണാത്ത ഭാവത്ത് കടന്നു പോകുമ്പോ അടിയന് ദേഷ്യം വരാറുണ്ട്. നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? കുട്ടിയായിട്ടെന്താ അങ്ങോട്ട് പോകുന്നത്? ഒരു സമ്പര പെണ്ണമ്മയ്ക്ക്. വാസു 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 കുട്ടിയെടുത്ത് ദേഷ്യത്തിലെന്തോ പറഞ്ഞല്ലേ നമുക്കറിയാം. ഇല്ല, ഞാൻ പറയും. വല്യമ്മേനോ എല്ലാം പറയും. തന്തയ്ക്ക് വിളിച്ചോ ഒക്കെ പറയും. നോക്കിട്ടോ ഞാൻ പറയും. നോക്ക്, കുട്ടിയൊക്കെ എന്ത് ദേഷ്യത്തില് പറഞ്ഞല്ലേ. പിന്നെ ഞാൻ പറയരുതേ, ഞാൻ പറയരുത് കേട്ടോ. ഞാൻ പറയും, ഞാൻ പറയരുത്. പിന്നെന്തോ ചേച്ചി അപ്പനോട് വർത്താനം പറഞ്ഞു വല്യമ്മയോട് പറഞ്ഞു കൊടുക്കല്ലേ. വല്യമ്മ പറയാം ഞാൻ പറയരുത് കേട്ടാ. ചേച്ചി മോനെ, ചേച്ചി ഒരു റബ്ബർ കൊണ്ട് വാങ്ങിത്തരും. എവിടുന്നാ ചേച്ചിക്ക് പണ്ട്? ആ, ചന്ദ്രന് കൊണ്ടുവരാൻ പറയും. ആരോട്? അതൊക്കെ ഉണ്ട്, നീ വാ. ഒരു ആരും പുള്ളിയെ പാമ്പൻകാവിനടുത്ത് വെച്ച് ഞാൻ കണ്ടു. എന്ത് കണ്ടു? വടക്കപ്പാട്ട മാളുക്കുട്ടിയായിട്ട് ചിരിയും കളിയും. വേറൊന്നും കണ്ടില്ലല്ലോ. ഒന്നുമില്ല, ഞാൻ പോണേ. അങ്ങനെ പോയാലോ? മുഴുവനും പറയണം, നല്ല അടിയനും മനസ്സിലാവൂ. നെയ്യ് അഹമ്മദിക്കാരനാണ്. അടിയൻ ചെയ്തത് തെറ്റാണെങ്കിൽ അവിടുന്ന് ഇതാരും കണ്ടിട്ടില്ല, ഞാൻ ആരോടും പറയുകയില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും ഇങ്ങനെ ഞാൻ ചെയ്യണില്ല. കുടിച്ച് ശുദ്ധമാവാ തമ്പുരാ. ജാതിക്കാരൻ. എനിക്കറിയാം, ഇത് ഇന്നും വലിയ തുടങ്ങിയതല്ല. അവൻ നമ്മളെ കൂടെ വളയ്ക്കാൻ വേറെ ആരുമില്ലെങ്കിൽ പറയുന്ന പറഞ്ഞൊക്കെ കണക്കന്നെയായിരുന്നേ. പൊന്നും കറുപ്പ അവനെ നീ വെറുതെ ഇവിടെ അവൻ മേലും കീഴും നോക്കാത്തവൻ ആദ്യം പറഞ്ഞു. അവൻ നീ അപ്പൊ തന്നെ എന്നോട് വന്നു പറഞ്ഞിരുന്നു. അവിടെ ഇട്ടിട്ട് തന്നെ ഞാൻ രണ്ടെണ്ണത്തെ അടിച്ച് പാമ്പരം തിരിച്ചിരുന്നു. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, ഞാനത് ചെയ്യുകയും ചെയ്യും. എന്നോട് തിരിച്ച് നമുക്ക് കാണാം. വെറുതെ ആണല്ലോ നാട് അധോഗതിയാവേണ്ടത്.
കൊട്ടാരക്കെട്ടിലെ കൊച്ചം രാട്ടിക്ക് കല്ലുവട്ടുമ്പം കളിയിളക്കം. ഒക്കെ ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇവരൊക്കെ നിലക്ക് നിർത്താൻ നമുക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല. എന്നെ പറ്റിയാണ് നിങ്ങൾ പറയണത്. പറയാൻ നട്ടലുറപ്പുള്ളത് നേരെ പറയണൂടാ. നിലയ്ക്ക് നിർത്താൻ വരണ കുറെ തെണ്ടികള്. വേണ്ട കുട്ടായി, വേണ്ട. ഇവിടെ അകത്ത് സ്ഥലമുണ്ട്. ശംഭോ മഹാദേവ, എടാ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ, ഒരു കാര്യം പറയാനാ. അല്ല രാമൻകുട്ടി നായരോ, ഞാൻ മഴയ്ക്കെന്ന് പോരുമ്പോ ഞാനെന്തിനാവോ ഇങ്ങനെ പാലി പറിച്ച് നടക്കുന്നു? കുടിക്കണം, അത് പറഞ്ഞാ മതി. ആരാടാ കുടിക്കുന്നത്? എടാ നീ ഓരോരുത്തരെ കിടന്ന് വളർന്നവനല്ലേടാ. എടാ വടക്കേപ്പാട്ടുകാരനോട് ഇന്നും ഞാൻ തന്നെയാണടാ. താൻ ഈ പ്രതാപവും പറഞ്ഞു നടക്കുമ്പോഴേ തന്റെ പറയണിയും ചെറുമനിയും ഒക്കെയാ തന്റെ തറവാട്ടിലെ പെണ്ണുങ്ങള് അകത്ത് വിളിച്ച് കേട്ടത്. കൊട്ടാരക്കെട്ടിലെ കൊച്ചം പ്രാട്ടിക്ക് കൊട്ടുക ചുംബം കലിയിളക്കം. കാവിലെ മദ്ദളം മാറാരച്ചന് കള്ളകത്തായാൽ കലിയിളക്കം. തമ്പുരാട്ടി എവിടേക്കാണാവോ? എന്താ എന്താ കറുപ്പ? അതിനത് പറയാൻ തണ്ടുണ്ട്. അകായിലേക്ക് ഒരു ചീത്തപ്പേര് വന്നാൽ അടിയനും അതിൽ തന്നുണ്ട്. ആളുകൾ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ അടിയന്റെ മേത്ത തൊലിയാണ് പൊടിയുന്നത്. ഇവിടുത്തെ കുട്ടികളെ പറ്റി പറയുമ്പോ അടിയൻ അതിൽ തന്നുണ്ടാവും. രത്തിലേക്ക് മാറുകുട്ടിയെ,
ഇന്ന് ആരോട് ദേഷ്യം തീർക്കാനാ കുടിച്ചത്? സന്തോഷം വരുമ്പോഴും അടിയെ കുടിക്കാറുണ്ട്. തമ്പ്രാട്ടി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അടിയെ കുറെ കൂടി കുടിക്കുമായിരുന്നു. തമ്പ്രാട്ടിക്ക് ഇരിക്കാൻ തരാൻ വേറൊന്നും ഇല്ലല്ലോ. തമ്പ്രാട്ടി അടിയന്റെ ചാലയിലിരിക്കാൻ തമ്പ്രാട്ടി മതിയല്ലോ. തമ്പ്രാട്ടിക്കൊന്നും അറിയോ? രണ്ട് ജാതിയുണ്ട് ലോകത്തിൽ, ആണും പെണ്ണും. മറ്റേതൊക്കെ വെറുതെയാ. ഇരിക്കൂ തമ്പ്രാട്ടി, തമ്പ്രാട്ടി ഇരിക്കൂ. എല്ലായിടത്തും അമ്പലത്തിൽ നാളെയാണ് വേല. അടിയും പോയി വരുമ്പോൾ തമ്പ്രാട്ടിക്ക് എന്തുകൊണ്ട്? എനിക്ക് അടിയും തമ്പ്രാട്ടിക്കൊന്നും വാങ്ങിച്ചു തരാൻ പാടില്ലേ? അടുത്തിരുന്ന് ഇതുപോലെ തമ്പുരാട്ടിയുടെ ചന്തം കാണാൻ തമ്പുരാട്ടി ഒരിക്കൽ വരുമെന്ന് അറിയാൻ മതി. എന്താ? ആരുമില്ല, ഒന്നുമില്ല. തമ്പുരാട്ടി കാണാം. പേടിക്കുമ്പോഴും തമ്പ്രാട്ടി കാണാൻ നല്ല ചന്തമാണ്. അടിയും കാരണം തമ്പ്രാട്ടി ചീത്തപ്പേര് വരാൻ പാടില്ല.
എനിക്ക് വേണ്ട. എടാ രാഘു, നീ വന്ന് കിടക്കുന്നുണ്ടോ? നിന്റെ അച്ഛനൊന്ന് വന്ന് കിട്ടട്ടെ. ഈ ചങ്ങായിട്ട് അവസാനിപ്പിക്കാൻ എനിക്കറിയാം. മോനും ചെറിയമ്മയും എങ്ങോട്ടും പോണ്ട. വല്ലാണ്ട് വേദനാക്കി വല്യമ്മ അല്ലേ? ഇല്ല, കുട്ടിയടുത്തേക്ക് വേദനിക്കില്ല. വാസു നല്ല കുട്ടിയാവണം, പഠിച്ച് വലിയ ആളാവണം. അമ്മയും വല്യമ്മയും നോക്കാൻ വാസല്ലേ ഉള്ളൂ. മോനറിയിക്ക. പണ്ടൊരു കാക്ക ഏകാശി നോറ്റ് വാഴണമേല് വന്നിരുന്നു. വാഴ ഒടിഞ്ഞ് കിണറ്റിൽ വീണു. കുട്ടിയടുത്തേക്ക് വേദനിക്കില്ല. കുട്ടിയടുത്ത് ആർക്കും വേദനിപ്പിക്കാൻ കഴിയില്ല. മോനറിയിക്ക. പത്മനാഭം ഭജതാ കുട്ടിയാട്ടി